സംശയം ചോദിക്കാം. യെസ്. ആ, അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പാപം ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ളത് അർത്ഥമാണ്. പക്ഷെ പാപം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ വേറൊരു അർത്ഥം. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് കുരിശിൽ മരിച്ച ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ യേശുക്രിസ്തുവിൽ സ്നാനം സ്വീകരിക്കുകയും ചെയ്ത നിങ്ങൾ പാപത്തിനെ മരിച്ചവരായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾ പാപത്തിനെ മരിച്ചവരാണ്. നിങ്ങളുടെ പാപവും ആ പാപത്തിന്റെ ഒറിജിനും യേശുക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്തുകൊണ്ടാണ് ഇതൊക്കെ ആണെങ്കിലും നമ്മൾ പാപം ചെയ്തു പോകുന്നു? പാപം ചെയ്തു പോകുന്നത് ഇപ്പൊ അമ്മച്ചീനെ ഞാൻ ഒരു മോഡലായിട്ട് കാണിക്കാനുണ്ട്, വിഷമിക്കണ്ട. കാരണം അമ്മച്ചി സത്യം പറഞ്ഞു. ഈ അമ്മച്ചി പറഞ്ഞതാണ് മിക്കവാറും ക്രിസ്ത്യാനികളെല്ലാം വിശ്വസിക്കുന്നത്. ഇത് അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവനെ ശിക്ഷിക്കണം എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞുവെങ്കിലും അതിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റിൽ നമ്മൾ പാപത്തിൽ വീഴും. അതിന്റെ ഈ ഒരു അവസ്ഥയുടെ ഒരു മാറ്റമുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്റെ പാപത്തിനും യേശു പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ഇനി ആ പാപത്തിന് എന്നിൽ സ്വാധീനമില്ല, ഞാൻ പാപത്തെ പ്രതി മരിച്ചവനാണ്. റോമർ അധ്യായം 6:3 മുതലുള്ള വചനം ഒന്ന് വായിച്ചേ. റോമർ അധ്യായം 6:3 മുതലുള്ള വചനം. കണ്ടോ, അതാണ്. ഒന്നും കൂടി ശ്രദ്ധിച്ച് വായിച്ചേ, ഒന്നുകൂടി വായിച്ചത്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ക്ലിയർ. ഇത് നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖശനിയാഴ്ച എല്ലാം വായിക്കുന്ന ഭാഗമാണ്. ഇനി അടുത്ത് വായിക്കേ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അറിയണം. എന്തറിയണം? നമ്മൾ സ്നാനം സ്വീകരിച്ചതോടെ നമ്മൾ യേശുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലും മുങ്ങിയിരിക്കുന്നു. അപ്പൊ യേശുവിന്റെ മരണത്തിൽ നമ്മൾ സ്നാനം സ്വീകരിച്ചു. ഇനി അടുത്തത് അങ്ങനെ അവന്റെ മരണത്തോടും നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. കണ്ടോ, സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അവനോടൊപ്പം കുഴിച്ചു മൂടപ്പെട്ടു. എന്ത് കുഴിച്ചു മൂടപ്പെട്ടു? നമ്മുടെ പാപം. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ, അപ്പൊ നമ്മൾ അടക്കപ്പെട്ടുവെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോ നമ്മളും ഉയർത്തെഴുന്നേറ്റു. നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിന് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. അപ്പോ എന്തിനാണ് നമ്മൾ സംസ്കരിക്കപ്പെട്ടത്? പുതിയ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. അതായത് യേശുവിന്റെ ഉത്ഥാനത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയാണ്. അതാണ് റോമർ. അടുത്തതും കൂടി വായിക്കാം. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്താൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിൽ അവനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതാണ് മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി. അപ്പൊ നമ്മളിപ്പോ സ്വീകരിച്ചിരിക്കുന്ന ശരീരം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഇപ്പൊ ക്ലിയർ ആയോ?
കുറച്ചുകൂടി ഇത് ക്ലിയർ ആകണമെങ്കിൽ നമ്മളൊരു പ്രോസസ്സാണ്. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജ്ഞാനസ്നാനത്തിലൂടെ ഇത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. എന്നിട്ട് ഇതിങ്ങനെ പല പ്രാവശ്യം വായിച്ച ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ആത്മാവാണ് നമ്മളിൽ നിറഞ്ഞിരിക്കുന്നതെന്ന്, അതാണ് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, റോമർ 8:11 എന്ന് പറഞ്ഞാൽ അവർ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരത്തിന് പുതുജീവൻ നൽകും. അതായത് നമ്മുടെ മർത്യ ശരീരത്തിന് അമർത്യത നൽകുമെന്ന്. മർത്യ ശരീരത്തിന് എന്ത് നൽകും? അമർത്യത. അപ്പോ ഒന്നും കൂടി വേണമെങ്കിൽ അത് വായിക്കാം. ഈ ചോദ്യം നല്ല ചോദ്യമാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പോ നമ്മൾ ഇന്നലെ മിനിയാന്നൊക്കെ പറഞ്ഞു, ജ്ഞാനസ്നാനത്തെ കുറിച്ച് നമ്മൾ കൂടുതലായി പഠിക്കണം. അതൊരു വിഷയമാണ്. അപ്പൊ ജ്ഞാനസ്നാനത്തിൽ നമ്മളിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മരിച്ചുയർത്ത ആ പ്രോസസ്സിലൂടെ നമ്മളെ കൊണ്ടുപോവുകയാണ്. അതിന്റെ പൂർത്തീകരണത്തിലാണ് ഈ വെള്ളം വീഞ്ഞാക്കുന്ന അവസ്ഥ നമ്മളിൽ വന്നു. അപ്പൊ ജ്ഞാനസ്നാനത്തിൽ എന്ത് സംഭവിക്കുന്നു? പഴയ പാപങ്ങളെല്ലാം മുറിക്കപ്പെടുക മാത്രമല്ല, ഈ നവജാതൻ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു എന്നുകൂടി നമ്മൾ വിശ്വസിക്കണം. ആ പുതിയ സൃഷ്ടിയിൽ ഇനി പഴയത് ഒന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇനി എന്നിരുന്നാലും നമ്മുടെ സ്വതസിദ്ധമായ ചില ബലഹീനതകൾ നമ്മളിൽ നിലനിൽക്കാൻ അനുവദിക്കുന്നു. എന്നാൽ ആ ബലഹീനതകൾ നമ്മളെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല. ആ ബലഹീനതകൾ ദൈവത്തിന്റെ കൃപയിലൂടെ അനുദിനം വിശുദ്ധീകരിക്കപ്പെടാം, മരണാനന്തരവും വിശുദ്ധീകരിക്കപ്പെടാം. മരണാനന്തരം ഒരു വിശുദ്ധീകരണം ഉള്ളതിന്റെ ആവശ്യം നമ്മുടെ ആത്മാവ് അവസാന നിമിഷം വരെയും ഈ ശരീരത്തിന്റെ ബലഹീനതയാൽ മതിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അതാണ് ഈ നശ്വര ശരീരം ആത്മാവിന് ഭാരമായി നിൽക്കുന്ന അവസ്ഥ. ഈ ശരീരത്തിന്റെ ബലഹീനതകൾ പടിപടിയായിട്ട് നിഹനിക്കുന്നതിനാണ് നമ്മൾ ഉയർപ്പിന്റെ ശക്തിയിൽ വിശ്വസിക്കേണ്ടത്. അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഡാനിയേലിലും ഇത് വേറൊരു രസം. ഇപ്പൊ നമ്മൾ പാടാറുണ്ട്, ഡാനിയേലിൽ നിറഞ്ഞ പോലെ ഏലിയായിൽ നിറഞ്ഞ പോലെ കർത്താവിന്റെ ആത്മാവിനെ നിറയ്ക്കണം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പൊ ഇതാണ്, നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും പരിശുദ്ധാത്മാവ് നിറച്ചു എന്ന് പാടിയാൽ പോരാ. അവരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവും യേശുവിന്റെ പീഠാനുഭവവും മരണവും ഉത്ഥാനത്തിന് ശേഷം നൽകപ്പെട്ട പരിശുദ്ധാത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. നോക്കുമ്പോൾ എല്ലാം പരിശുദ്ധാത്മാവാണ്. തിരുത്വത്തിൽ മൂന്നാമത്തെ ആളാണ്. പക്ഷേ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി പീഡ അനുഭവിച്ച് മരിച്ച് ഉയർത്തതിന് ശേഷം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ സകല പാപങ്ങളെയും ശുദ്ധീകരിക്കുന്നതിനുള്ള ദൗത്യവുമായിട്ടാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത്. ദൗത്യവുമായിട്ട്. ഈസ് ഇറ്റ് ക്ലിയർ? ഈ ദൗത്യം യേശുക്രിസ്തുവിന്റെ കഴിഞ്ഞതിന് ശേഷമല്ലേ ഉണ്ടാവുള്ളൂ. ഇതാണ് പഴയ നിയമത്തിൽ ഇല്ലാഞ്ഞ ഒരവസ്ഥ. ഇത് പഴയ നിയമത്തിലുണ്ടായിരുന്നോ? അപ്പൊ പഴയ നിയമത്തില് ഇപ്പോ ഒരു പാപിനിയെ കല്ലെറിഞ്ഞ് കൊല്ലാനാണ് നിയമം പറയണത്. എന്താ അതിന്റെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം? ഇപ്പൊ ഒരു വ്യഭിചാരിണി, അവളെ വ്യഭിചാരത്തിൽ നിന്നും മാറ്റാൻ കർത്താവ് ഈശോ മിശിഹായിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ കർത്താവ് ഈശോ മിശിഹ വന്നിട്ടില്ല. കർത്താവ് ഈശോ മിശിഹ വന്നിട്ടില്ല. അതാണ് ഇപ്പൊ സോളമൻ എന്തുകൊണ്ട് പാപം ചെയ്തു? ഇത്രയും ജ്ഞാനിയായ സോളമൻ എന്തുകൊണ്ട് 1000 ഭാര്യമാരും അവരെ പൂജിക്കുകയൊക്കെ ചെയ്തത്? അവർ പൂജിക്കുന്ന ദൈവങ്ങളെല്ലാം ചെയ്ത് സത്യദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് വിട്ടു. കാരണം
സോളമനിലുള്ള പാപത്തിൽ നിന്നും സോളമനെ അകറ്റാനുള്ള രക്ഷാകര പദ്ധതി അന്നുണ്ടായിട്ടുണ്ടോ? അതുകൊണ്ടാണ് സോളമനെ അതിൽ നിന്നും വിടുതൽ കിട്ടാഞ്ഞത്. ഇനി ദാവീദ് ഇത്രയും വലിയ അഭിഷിക്തനായിട്ട് പോലും പാപം ചെയ്തു പോയത് എന്തുകൊണ്ട്? ആ പാപത്തിൽ നിന്നും ദാവീദിനെ വിടുതൽ കിട്ടാനോ വിമോചിക്കാനുള്ള യേശുക്രിസ്തു വന്നിട്ടുണ്ടോ? ഇല്ല. ഇതാണ് ക്രോണോസ് ആൻഡ് കൈറോസ് എന്ന് പറയുന്നത്. ക്രോണോളജിക്കലായിട്ടുള്ള കുറെ സംഭവങ്ങൾ, എന്നാൽ കൈറോസ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും എന്ന ഒരേ ഒരു സംഭവം. ഈ പഴയ നിയമത്തിലെ സകല സംഭവങ്ങളും യേശുക്രിസ്തുവിലെ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അപ്പൊ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ സംഭവവും യേശുക്രിസ്തു സംഭവമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് എന്തെങ്കിലും എനിക്ക് സംശയം ചോദിക്കാം. യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഇവിടെ സെറ്റ് ചെയ്തോ. ഓക്കെ, ഇനി ആരെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചേ? ഈ ലോകത്തിലെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന് അല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ യേശുവിനെ അറിയാതെ വിജാതിയിലായ മനുഷ്യർ മരിച്ചുപോയാലും അവരുടെയും ഈ ശരീരം, നമുക്കറിയാം ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനിയുടെ ശരീരം എന്ന് പറയുന്നത് അമർത്യതയുടെ ശരീരമാണ്. അപ്പം ഇവരുടെ ഈ ശരീരത്തിന് നമ്മൾക്ക് ലഭിക്കുന്ന, ഈ ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്ന ഈ അമർത്യത അവർക്കും ലഭിക്കാൻ സാധ്യതയുണ്ടോ? കേട്ടോ, ഇതിന്റെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, എല്ലാ ജാതി മതസ്ഥരും പാപത്തിൽ വീണുപോയത് എന്തുകൊണ്ടാണ്? ആദത്തിന്റെ പാപം കൊണ്ടാണ്. അതായത് ആദം ചെയ്ത പാപം എല്ലാ മനുഷ്യരുടെയും പാപമായിട്ട് മാറി. അതായത് 412 CCC 412 പറയുന്നത് എല്ലാ മനുഷ്യരും ആദത്തിന്റെ പാപത്തിൽ ഉൾപ്പെടുന്നു. കാരണം മനുഷ്യന്റെ ആദത്തിന്റെ 404 ആദത്തിന്റെ പാപം എങ്ങനെയാണ് അവന്റെ സർവസന്തതികളുടെയും പാപമായി തീർന്നത്? ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യന്റെ ഏക ശരീരം പോലെയാണ്. ഓക്കെ, ഒരു മനുഷ്യന്റെ ഏക ശരീരം. അപ്പോ അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്, രക്ഷയെ. അപ്പോൾ യേശുക്രിസ്തു ആ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞപ്പോൾ ആരുടെ പാപമാണ് യേശുക്രിസ്തു നീക്കിയത്? പ്രഥമമായിട്ട് ഈ ആദ്യ പാപമാണ് യേശുക്രിസ്തു നീക്കിയത്. ആ പാപവും അതിന്റെ പരിണത ഫലങ്ങളും അടങ്ങുന്ന ഈ ലോകത്തിലെ പാപം. ഈ ലോകത്തിലെ ഇപ്പോഴുള്ള പാപത്തിന്റെ കാരണം എന്തായിരുന്നു? ആദ്യ പാപമായിരുന്നു. പ്രധാനമായിട്ടും ആ ആദ്യ പാപമാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്ക് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. സിൻസ് എന്നല്ല പറയണത്, പാപങ്ങൾ എന്നല്ല പറയണത്, സിംഗുലർ ആണ് അവിടെ. ലോകത്തിന്റെ പാപം എന്നത്, ലോകത്തിന്റെ പാപം എന്ന് വിശുദ്ധ യോഹന്നാൻ വളരെ അർത്ഥവത്തായി വിശേഷിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുടെ പാപങ്ങളുമായി, അല്ലെങ്കിൽ ഉദ്ഭവപാപത്തിന്റെ അനന്തരഫലങ്ങളും സർവ മനുഷ്യരുടെയും, നിങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ, അവിടെ നോക്കല്ലേ, ഉദ്ഭവപാപത്തിന്റെ അനന്തരഫലങ്ങളും സർവ മനുഷ്യരുടെയും വ്യക്തിപരവുമായ പാപങ്ങളും ചേർന്ന് ലോകത്തിന് മുഴുവൻ പാപാവസ്ഥ വരുത്തിയിരിക്കുന്നു. ഈ പാപാവസ്ഥയെ ലോകത്തിന്റെ പാപം എന്ന് വിശുദ്ധ യോഹന്നാൻ വളരെ അർത്ഥവത്തായി വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം യേശുക്രിസ്തു കുരിശിൽ ഏറ്റെടുത്തത്, പീഡ സഹിച്ചത് ഈ സർവ മനുഷ്യരുടെയും പാപം ഏറ്റെടുത്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി, യേശുക്രിസ്തു ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും ക്രിസ്ത്യാനികളാരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവരും വേറെ ജാതി എന്തോ ആയിരുന്നു. അപ്പൊ അവരുടെ എല്ലാവരുടെയും പാപം യേശു ഏറ്റെടുത്തു. ഇനി ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ പൂർണ്ണമായി ഈ പാപമോചനത്തിന്റെ അനുഭവം കിട്ടുന്നു.
പക്ഷെ വേറെ കുറെ പേർ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? അവർ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇത് അവരുടെ കുറ്റമാണോ? റിഡംറ്റോറിസ് മിസ്സിയോ ചാപ്റ്റർ 3-4 പറയുന്നത് ഇതാണ്: യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തവര് യേശുക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് അറിയില്ല. ഇതിപ്പോ നമ്മൾക്ക് തന്നെ ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇല്ലേ? അപ്പോ അതറിയാത്തവരും വിസ്മയനീയമായ രീതിയിൽ, എന്നിട്ട് പറഞ്ഞിരിക്കുന്ന വാക്യതാണ്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് വീശുന്നു. ഒരു കോടാനുകോടി രീതിയിൽ ദൈവത്തിന് ഈ രക്ഷയെ അവരിൽ എത്തിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു ഉദാഹരണം, ഞാനൊരു ധ്യാനത്തിൽ ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ്, അച്ചോ ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ, നോ നോ നോ. അപ്പം ഈ അച്ഛൻ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അച്ഛൻ എന്തിന്റെ സ്പെഷ്യലിസ്റ്റാ? മുസ്ലിം സഹോദരരിലേക്ക് ക്രിസ്തുവിനെ പടർന്നതിന്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ നന്ദി. അപ്പൊ ഇവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മറ്റ് മതസ്ഥരിലേക്ക് രക്ഷ പറയുന്നതിന്റെ ഒരു കാര്യമാണ്. അപ്പൊ അച്ഛൻ കൃത്യസമയത്ത് വന്നു വിട്ടേക്കണം. ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അച്ഛൻ സഹായിച്ചേക്കണം. അപ്പൊ ഇവിടെ ഒരു കുട്ടി പറയാണ്, എന്റെ പേര് അമ്പിളി, ഞാൻ യേശുവിനെ കുറിച്ച് ആരിൽ നിന്നും കേട്ടിട്ടില്ലായിരുന്നു. എന്നോട് ആരും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നോട് ഞാനൊരു റേഡിയോയിലോ ടിവിയിലോ യേശുവിനെ കുറിച്ചും കേട്ടിട്ടില്ല. ഒരു രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ എന്റെ അടുത്ത് ആരോ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഞെട്ടി എഴുന്നേറ്റ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരാള് വെള്ളവസ്ത്രമണിഞ്ഞ ഒരാൾ. ആളെന്നോട് പറഞ്ഞു, അമ്പിളി, ഞാൻ യേശുവാകുന്നു. എന്റെ ഹൃദയത്തിൽ വലിയ ഒരു ആനന്ദവും സ്പർശനവും ഉണ്ടായി. പിന്നെ യേശു എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ യേശു നേരിട്ട് എന്നോട് ഈ രക്ഷയുടെ സദ്വാർത്ത അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുന്നത്, കാറ്റ് അതിനിഷ്ടമുള്ളിടത്ത് വീശുന്നു. ദൈവത്തിന് ഈ രഹസ്യം വെളിപ്പെടുത്താൻ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയാണ് യേശു ജനിച്ചതും മരിച്ചതും രക്ഷിച്ചതും എല്ലാം. അത് എങ്ങനെ അവരുടെ അടുത്തേക്ക് എത്തുന്നു എന്നതിന്റെ പ്രധാന ഒരു ദൗത്യം നമ്മൾ ഓരോരുത്തരിലുമാണ്. എന്നാൽ നമ്മൾക്ക് ഒരുപക്ഷെ നേരിട്ടോ, ഇവിടെയാണ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയോ നമുക്ക് ഈ രഹസ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, നേരിട്ടെത്തിക്കാം, അങ്ങനെ പല വിധത്തിൽ എത്തിക്കാം. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് ആകാശത്തിന് കീഴിൽ മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കായിട്ട് യേശുക്രിസ്തുവിനെ മാത്രമേ ദൈവം നൽകിയിട്ടുള്ളൂ. ആ രക്ഷ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ വിശ്വാസം വഴിയും വിശ്വാസികളുടെ പ്രാർത്ഥന വഴിയും വിസ്മയനീയമായി അവരിലേക്ക് പടർന്ന് അവർ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. എന്താച്ചോ? ഈസ് ഇറ്റ് റൈറ്റ്? താങ്ക് യു. കണ്ടോ, കൃത്യസമയത്ത് നമുക്കൊരു ഇംപ്രിമാത്തൂർ വന്നേക്കണം. ഇനി ചോദിക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി കിട്ടിയോ? ആർ യു സാറ്റിസ്ഫൈഡ്? ഓക്കെ. ഇനി ചോദിക്കാം വേറെ ചോദ്യം. മാമോദീസയിലൂടെ എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതേ സമയത്ത് ഒരുവന് മാമോദീസ സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അതാണ് മാമോദീസ സ്വീകരിക്കാൻ സാധിച്ചില്ല, പക്ഷെ അവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. കാരണം ഉദാഹരണത്തിന് നല്ല കള്ളൻ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നോ? കർത്താവ് അവനോട് പറഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം. 1997 ദൈവനീതിയെക്കുറിച്ച് പറയുന്നത് ദൈവനീതി എന്നത് ഈ നീതീകരണത്തിന്റെ കൃപാവരം
നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത് മാമോദീസായിലൂടെയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും എന്നാ പറയണത്. അതായത് നീതീകരണം 1987 പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് നമ്മെ നീതിമത്കരിക്കാൻ, അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദീസായിലൂടെയും ദൈവനീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാനും കഴിയും. ഇപ്പൊ ഞാൻ പറഞ്ഞു, രമാദേവി എന്ന ഒരു സഹോദരി, അവൾക്ക് ഇതുവരെ മാമോദീസ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തിനു പറയുന്നു? വാരണാസിയിൽ IMSന്റെ അവിടെ 8000-ഓളം ആൾക്കാർ എല്ലാ ഞായറാഴ്ചയും വരുന്നുണ്ടെന്ന് പറയുന്നു. അവരെല്ലാവരും ക്രിസ്തു ഭക്തരാണ്. എന്നാൽ ആരും മാമോദീസ സ്വീകരിക്കാൻ പറ്റുന്നില്ല. പറ്റാത്തത് എന്തുകൊണ്ടാ? അവിടുത്തെ ലീഗൽ ഇഷ്യൂ ആണ്. ഇപ്പൊ ഈ വാരണാസി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഇവർ മുഴുവനും മാമോദീസ സ്വീകരിക്കണമെങ്കിൽ ഇപ്പൊ അവിടുത്തെ നിയമം അനുസരിച്ച് കളക്ടറുടെ ഇൻഫോം ചെയ്യണം എന്നൊക്കെയാ. അപ്പൊ ഇങ്ങനെ ടെക്നിക്കലായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മള് ദൈവത്തിന് നന്ദി പറയണം, നമ്മള് മാമോദീസ സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടായി. വളരെയധികം ആളുകള് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, പക്ഷെ അവർക്ക് മാമോദീസ സ്വീകരിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. സമൂഹത്തിൽ പക്ഷെ അതുപോലെ മറ്റൊരിക്കലും അതേ ഇതോട് കൂടിയിട്ട് ബഹുജന ഒരു ബഹുമത. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ ക്രിസ്തു അനുഭവിച്ച, ക്രിസ്തു പീഡ സഹിച്ചതെല്ലാം അവന് ലാഘുവാകുകയാണ്, അവന് കിട്ടുകയാണ്. ബഹുജന മതത്തിലായവനായാലും അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോ ക്രിസ്തുവിന്റെ കൃപ അവന് കിട്ടുകയാണ്. ഈ മറ്റു മതത്തിന്റെ വിശ്വസിക്കുന്നവരായാലും, ഇപ്പൊ ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം ഞാൻ പറയാം, അപ്പോ അത് ക്ലിയർ ആവും. ഉത്തരേന്ത്യയിൽ വെച്ചൊരിക്കുക മധ്യപ്രദേശിൽ വെച്ച് ഞാൻ ഒരു ഹിന്ദു ഗുരുവുമായിട്ട് ഒരു സംവാദം, ഒരു സ്നേഹ സൗഹാർദ്ദ സംഭാഷണം. അദ്ദേഹം എന്നെ കാണാൻ വന്നു, ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വളരെ സമാധാനത്തിലും സന്തോഷത്തിലും ഒരു സത്യമറിയാനുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം പറയാണ്, തോമസ് പോൾ സാറേ, നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവം ഒന്നേ ഉള്ളൂ. നിങ്ങൾ ക്രിസ്തീയത ഇന്ന് ഈ ഭാരതത്തിൽ 2% ഉള്ളൂ. ഈ 2% പേര് വിശ്വസിക്കുന്ന ഈ സംവിധാനത്തിലേക്ക് 98% ആൾക്കാരും വരണമെന്ന് പറയണതിന്റെ യുക്തി എന്താ? അതിനു പകരം നിങ്ങൾ ഈ 2% 98 വിശ്വസിക്കുന്നവരിലേക്ക് വന്നാൽ പോരെ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇനി ചോദിക്കാം, എന്താണ് യേശുക്രിസ്തുവും മറ്റ് ഈ സഭാ സ്ഥാപകരും തമ്മിലുള്ള വ്യത്യാസം? ഇത് കുറച്ച് ക്ലിയർ ആക്കോ? അപ്പൊ ഞാൻ എന്നിട്ട് കുറച്ച് സമയമുള്ളൂ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് ആ നേരത്ത് എനിക്ക് തന്ന ശബ്ദം ഇതാണ്. അദ്ദേഹം ചോദിക്കുന്നത്, എന്താണ് യേശുക്രിസ്തുവും നിങ്ങളുടെ മതസ്ഥാപകൻ ആ യേശുക്രിസ്തുവും മറ്റ് മത ലീഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർക്കും ഫോളോവേഴ്സ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ അടുക്കൽ നിന്ന് വന്ന ആശയങ്ങൾ ഞാൻ പറയട്ടെ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, യേശുക്രിസ്തു, ഇത് ക്വിക്കായിട്ട് കാര്യം പറയണേ, ഒരുപാട് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള സമയമൊന്നുമില്ല. യേശുക്രിസ്തു പറയുകയാണ്, എന്നെ വധിക്കാൻ ആളുകൾ ജെറുസലേമിൽ നോക്കി നിൽക്കുന്നു, അതുകൊണ്ട് എനിക്ക് വേഗം ജെറുസലേമിലേക്ക് പോകണം. ഇത് കേട്ടപ്പോ തന്നെ ഇയാൾക്ക് ഒരു കോൺഫ്ലിക്റ്റുമായ, വധിക്കാൻ നിൽക്കുന്നിടത്തേക്ക് അങ്ങനെ പോകണം എന്തിനാ? അപ്പൊ ഞാൻ ചോദിച്ചു, അത് തന്നെയാ ഞാൻ ചോദിക്കണേ, നിങ്ങളാണ് അല്ലെങ്കിൽ ഞാനാണ് നമ്മളെ ആരെങ്കിലും അവിടെ വധിക്കാൻ നോക്കി നിൽക്കാണെന്ന് കേട്ടാൽ നമ്മൾ ആ വഴിക്ക് പോകുമോ? സാധാരണഗതിയിൽ പോകില്ല. പക്ഷെ യേശു സ്വയമേവ അതിനുവേണ്ടി അങ്ങ് പോവുകയാണ്. പോകുന്ന സമയത്ത് ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേക്കും.
ഓഹോ, അപ്പൊ അദ്ദേഹത്തിന് നേരത്തെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും അറിയാമായിരുന്നോ? കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കുക, അദ്ദേഹം മരിക്കുന്നതും ഉയർക്കുന്നതും മുൻകൂട്ടി അറിയാമായിരുന്നോ? മനസ്സിലാവുണ്ടോ? ഇത് വേറെ ആർക്കെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു? ആ വ്യക്തിയുടെ മരണവും ഇന്ന സമയത്ത് മരിക്കുന്ന ചിലപ്പോൾ ചിലവർ പറയുന്നുണ്ടാവും, പക്ഷെ ഉയർക്കുന്നറിയായിരുന്നു. ഉയർത്തിട്ടുണ്ടോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? കൃത്യം അദ്ദേഹം പറഞ്ഞ സമയത്ത് മരിക്കപ്പെട്ടു, വധിക്കപ്പെട്ടു. കൃത്യം അദ്ദേഹം പറഞ്ഞ സമയത്ത് 3-ാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. എങ്കിൽ അദ്ദേഹം ദൈവം തന്നെയാണല്ലോ. മനസ്സിലാവുണ്ടോ? മറ്റേതെങ്കിലും മതസ്ഥാപകർ ഇതുപോലെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഉണ്ടോ? പറയൂ, ഉണ്ടോ? എന്തുകൊണ്ട് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു? ഉയർത്തെഴുന്നേറ്റത് ജീവന്റെ ഉറവിടമായതുകൊണ്ട്. ജീവന്റെ ഉറവിടമായ ദൈവത്തിനെ മരിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ എന്തിനാണ് ജീവന്റെ ഉറവിടമായ യേശു മരിച്ചത്? എന്തുകൊണ്ടാണ് മരിച്ചു എന്നത്? നമ്മുടെ മരണത്തെ തന്റെ മരണത്താൽ തിന്മ ഇല്ലാതാക്കുന്നതിനും കീഴടക്കുന്നതിനും വേണം. അതാണ് ത്രൂ ഹിസ് ഡെത്ത് ഹി കോൺകേർഡ് ഡെത്ത്, ബൈ ഹിസ് റൈസിംഗ് ഹി റിസ്റ്റോർഡ് ലൈഫ് എന്നുള്ളത്. അപ്പോ മരണം, യേശു എന്ന ദൈവം മരിച്ചത് ദൈവം മരിക്കാൻ വേണ്ടിയല്ല. എന്തിനാണ് മരിച്ചത്? മനുഷ്യവംശത്തിന്റെ മുഴുവനും പാപം മൂലമുള്ള മരണത്തെ തന്റെ മരണത്താൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചത്. അതിനെ ഏറ്റവും സംക്ഷിപ്തമായിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ, ഇല്ലേ? അദ്ദേഹത്തിന് വളരെ ഒരു ആത്മസംതൃപ്തിയായി. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പൊ പെട്ടെന്ന് മതം മാറണമെന്നില്ല. ഈ സന്ദേശം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കത്തിപ്പടരും. ഇപ്പൊ മഹാത്മാഗാന്ധി, ഹി വാസ് എ ക്രിസ്ത്യൻ മോർ ദാൻ പ്രൈസ് ദി ലോർഡ്. ഇതാണ് എന്റെ ഫാമിലി. ഭാര്യയും 2 മക്കളും അവരുടെ കുഞ്ഞുമക്കളും. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഞാനൊരു വീഡിയോ ഇപ്പൊ കാണിക്കാം. അത് ഈ രക്ഷാകര രഹസ്യത്തിന്റെ പുതിയ നിയമവും, അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ലൂക്ക 15-ാം അധ്യായം, ലൂക്ക 15-ാം അധ്യായത്തെ സുവിശേഷകർ അല്ലെങ്കിൽ തിയോളജിയൻസ് പറയുന്നത് സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നാണ്. സുവിശേഷങ്ങളുടെ സുവിശേഷം. അതിൽ 3 ഉപമകളാണുള്ളത്. കാണാതെ പോയ ആടിന്റെ ഉപമ, കാണാതെ പോയ നാണയത്തിന്റെ ഉപമ, കാണാതെ പോയ മകന്റെ ഉപമ. ഇനി ഇത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ അതിനകത്തൊരു പുതിയ DVD ഇട്ട്, അപ്പൊ ഇതിൽ അതിന്റെ ഫിഗർ മുഴുവൻ വന്നില്ല, കുഴപ്പമില്ല. ഭാര്യ, എന്റെ മകളാണ് അങ്ങേയറ്റത്ത്, മകളുടെ ഭർത്താവ്, കുട്ടികൾ 2 പേരും അവരൊക്കെ ഇത് 5 വർഷം മുമ്പുള്ള പടമാണ്. ഇത് മകൻ, മകന്റെ ഭാര്യ, ഇവർ 2 പേരും അമേരിക്കയില്, അവർ 2 പേരും യൂറോപ്പില്. അവരാണ് 2 തിയോളജിയൻസ്. അവർ 2 പേരും സേക്രഡ് തിയോളജിയിൽ ലൈസൻഷ്യേറ്റ് എടുത്തിട്ടുള്ളതാണ്. അതാണ് ഇനി ഞാൻ കാണിച്ചു തരാം ഈ ഫിലിം. ഇത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇതിന്റെ ഓഡിയോ എങ്ങനെ കണക്ട് ചെയ്യും മോനെ? ഓഡിയോ ഇതിനകത്ത് ഓഡിയോ മൈക്ക് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, തൽക്കാലം ഇത് നിർത്താം. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ചുമ്മാ ഒരു വീഡിയോ ആയിട്ടല്ല, ഇത് വളരെ വളരെ പ്രാർത്ഥനാപൂർവം വളരെയധികം ദൈവിക രഹസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ 2 നീതിയുടെയും പ്രത്യേകതയാണ് ഇതിൽ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞിട്ട് പറയണതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കാണുമ്പോൾ ഉള്ള സസ്പെൻസ് പോകും. താങ്ക് യു.